ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ഭയങ്കര ടയേർഡായിരുന്നു. എന്തായിരുന്നു? ിൽ റൈമിസ്റ്റീരിയോട് ഭാര്യ റൈമിസ്റ്റീരിയോട് പറഞ്ഞത് മൈ റേ. മമ്മൂട്ടിക്ക് ഒരു ദുൽഖർ ഉണ്ട്, സച്ചിന് ടെണ്ടുൽക്കർ ഉണ്ട്. സച്ചിനുണ്ട്. നടക്കാൻ പറ്റില്ല. അറിയാത്തോണ്ടാണത്. ഈ നാളെ ഇതെല്ലാം നമ്മൾ ഏതാ 10ാം തീയതി നമ്മുടെ ഷോർട്ട് ഫിലിം കണ്ടല്ലോ ഇട്ടോട്. പിഷു പ്ലസ് V3K. പിഷു പ്ലസ് V3K. ഓക്കെ, പിഷു പ്ലസ് V3K. മൊയ് അർജുൻ പിഷു V3Kയും V3K ഫുൾ പവർ. സ്റ്റോൺ പേപ്പർ സിസർ ആയിരുന്നു. ഞങ്ങൾ പോട്ടെ. രണ്ട് നല്ല മുടിയുള്ള ആൾക്കാർ അങ്ങോട്ടൊക്കെ കൊണ്ട് കാണാൻ, അവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. മുടിയുള്ള ആൾക്കാർ, രണ്ട് മുടിയുള്ള ആൾക്കാർ. വിഷുവിന് മനസ്സിലാവില്ല, എന്നാലും എനിക്ക് മാത്രം മനസ്സിലായില്ല. ഒന്നുമില്ല. അഡ്മൈറേറ്റ് മയിലില്ലല്ലോ. വിഷുടി വിഷു മൊത്തം നിർത്തല്ലേ. നിങ്ങൾ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ വിളിച്ചോ. വേറെന്താ ചികടി വിഷു? എന്താ പേര് പിന്നെ? അയ്യോ വയ്യ. അടിക്കണോ? ഞാൻ പതുക്കെ അടിക്കാം. ഞാൻ ചിരിച്ചില്ല അത്രയ്ക്ക്, കുറച്ച് തിരിച്ചു കൊടുത്തു. ഞാനും നിങ്ങളും ഗൗട്ടിയും ഉസ്മാനും കൂടെ ബാറിൽ പോയി. അതിൽ നമ്മൾ രണ്ടുപേരും ഫുഡ് അടിച്ചു, വെള്ളം അടിച്ചു. അവർ രണ്ടുപേരും ഒന്നും അടിച്ചില്ല.
നിങ്ങൾ പറയണം. എന്തില്ല ഉസ്മാന് നോമ്പായിരുന്നു, ഗ്യോട്ടിക്ക് ബ്രേക്കപ്പ് ആയിരുന്നു. അതൊരു ശരിയായിട്ട് പോയില്ല. സങ്കടത്തിൽ ഞാൻ തന്നെ കുടിക്കാം. താങ്ക് യു. അതിൽ ഞാൻ കട്ടായി. ഫിഷ് എന്തുകൊണ്ടാണ് മന്ദം മന്ദം ചിരിക്കുന്നത്? ഫിഷ് എന്തുകൊണ്ടാണ് പിഷു 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 വിഷു പിഷു ഫിഷു എന്തുകൊണ്ടാണ് മന്ദം മന്ദം ചിരിക്കുന്നത്? അവര് ചിരിച്ചാലോ? ഞാൻ ചിരിച്ചില്ല, ഞാൻ തമാശക്ക് മുന്നേ ചിരിച്ചു. ഞാൻ കുടിച്ചു. ഞാനാണല്ലോ ഭഗവാനെ. എന്റെ മൂക്കില കാല് താഴ്ത്തും. നല്ല വീട്ടിലെ പെൺകുട്ടികളൊക്കെ അങ്ങനെ. മോലാളെ ഓഫീസിൽ എത്ര പേരുണ്ട്? അതില് അക്ഷയ്ക്ക് ചെവി കേൾക്കില്ല. അവൻ എന്ത് വിളിക്കും? അവൻ എന്തും വിളിക്കാലോ, ചെവി കേൾക്കില്ലല്ലോ. ഇത് കഴിയുമ്പോ എന്നെ വിളിക്കാൻ പറ്റും. ഞാൻ പോരാ. വിഷു അടിച്ചോ? വിഷു തന്നെ ജീവിച്ചു. ഞാൻ അടിക്കണമെന്നില്ല. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വിഷു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിപ്പിക്കണം. നിങ്ങളിങ്ങനെ മസിലി പഠിച്ചിരുന്നല്ലോ. ഞാൻ ഓൾറെഡി 2 കയറി. ഇത് കുറച്ച് വെച്ചാൽ പോരത്. ഏതെങ്കിലും ഒരു തോണിയിൽ നിൽക്കും. ഞാൻ കുറച്ച് വെച്ചു. ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ഭയങ്കര ടയേർഡ് ആയിരുന്നു. എന്തായിരുന്നു? അടിച്ചിട്ട് നീ പത്ത് പറഞ്ഞ തോട്ടായിരിക്കും. ശരിയാണ്. എന്തുകൊണ്ട് കീബോർഡ് ഭയങ്കര ടയേർഡ് ആയിരിക്കുന്നു? അതിന് 2 ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട്. ഒരു ഉറുമ്പും തിമിങ്ങലും അടികൂടിക്കൊണ്ടിരിക്കുന്നു. ഉറുമ്പ് ജയിച്ചു എന്തുകൊണ്ടായിരിക്കും? കേട്ടിട്ടുണ്ട്. അല്ല, ഞാൻ അവന് തമാശ ഇട്ടല്ലേ ജയിച്ചത്. എന്റെ തമാശ കുടിക്കാം. പക്ഷേ അതിന്റെ ഉത്തരം ഞാൻ മറന്നുപോയി. ഒന്നും സൺസ്ക്രീൻ തേച്ച് വരും. അപ്പൊ വെയിലടിച്ചാൽ ഒന്നും പറ്റില്ല. അടാ ചിരിക്കാൻ പഠിക്കടാ. ചെറുതായിട്ട് രണ്ടുപേരും കൂടി ബാച്ചല്ല 10 പോയ മതി. No wonder my RAM is so costly. കണ്ണും മൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? കണ്ണും മൂക്കും ഒരു ഇഞ്ചൊന്നും പറയരുത്. ഒന്ന് ചിന്തിക്കും, ചിന്തിക്കും. കണ്ണീര് വന്നാൽ തുടയ്ക്കുന്ന ആള് വരും, മൂക്കീര് വന്നാൽ തുടയ്ക്കുന്ന ആള് വരില്ല. കണ്ണ് ഒരു പോലെ
ഒരു കണ്ണു പോലെയാവൂ. അല്ല മൂക്കൊരു ഏറ്റവും മോനെ. എന്നാ മുടി വളർത്താം. Oh my God. എന്താ കാണിച്ചു? പക്ഷെ ഒരു മലയാളം ഡാർക്ക് ഹ്യൂമർ പറയട്ടെ, ഡാർക്ക് കോമഡി. എന്നാ ഞാൻ ഡാർക്ക് കോമഡി കേട്ടാ. കെയർ പറഞ്ഞോ കെയർ കെയർ പറഞ്ഞോ പറഞ്ഞ് എന്തത്? കെയർ ഇതിന് വേണമെങ്കിൽ സ്വയം അടിക്കാം. സ്വയം അടിക്കുന്നത്. അതെ, സ്വയം. 2 ആനകൾ അപ്പിടാൻ പോയി എവിടെ കക്കൂസില്. നീ എവിടെ പോവാറ്? ഒരാന അപ്പിട്ടു, രണ്ടാമത്തെ ആന അപ്പിട്ടു. പക്ഷെ ഫ്ലഷ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? എന്തെങ്കിലും പറയാം. തന്തയ്ക്ക് പറയണ്ട, വേറെ തീർച്ചയായും. കൈ കൊണ്ട് ഫ്ലഷ് ചെയ്യാൻ പറ്റാത്ത കുളിച്ചു ചിത്രീകരിച്ചു. നിങ്ങൾ തോറ്റു, ഇവര് ജയിച്ചു. വേണേ കമ്പനിക്ക് ഷോട്ട് അടിച്ചോട്ടോ. ഹായ് കെയർ, ഹായ് സച്ചിൻ, ഹായ് ഉസ്മാൻ, ഹായ് കിച്ചു, ഹായ് കിച്ചു. കണ്ടോ? ശരി സാർ. ഇതെന്താ അനിയത്തിപ്രാവോ? ഈവൻ. അപ്പൊ നിങ്ങൾ തുടങ്ങണം. നമ്മൾ തുടങ്ങണം. ഓക്കെ, ഫൈൻ. എപ്സ്റ്റീൻ ഐലൻഡിൽ പോയ സംഘികൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? സച്ചിൻ, ജഡ്ജസ് പ്ലീസ് നോട്ട്. ഒരു 5 സെക്കൻഡെങ്കിലും ഗ്യാപ്പ് താടാ. വന്നിരുന്ന് ഇങ്ങനെ കുടിക്കാനുള്ള മൈൻഡാണ്. എപ്സ്റ്റീൻ ഐലൻഡിൽ പോയ സംഘികൾ എന്ത് ചെയ്യും? പശുവിനെ അമ്മയാക്കും. അടിച്ചു. ആദ്യം പറഞ്ഞു തിരിക്കണ്ടായിരുന്നു പണ്ടാറ്. പറ, 8 കാലിയുടെ ഒരു കാല് പോയി എന്ത് വിളിക്കും? 7 കാര്യം. വികലാംഗൻ. പക്ഷെ ഇതില് കൂട്ടിയാട്ടാ. നേരത്തെ കിച്ചുവിന് കൊടുത്തു, അതേമാതിരി ഇപ്പറത്ത് ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ ടൈം സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത്? ദർശൻ തുമ്മിയപ്പണ്ടായി. അടുത്ത ഞാനാ. നമുക്ക് പൈസ സേവ് ചെയ്യണമെന്നുണ്ടോ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൂട്ടിക്കണം, സേവ് ചെയ്യണം, പഠിക്കണം. എന്നാ ഇതിനകത്തുള്ള ഉത്തരം. ആത്മകഥാപരമായ ജോക്സ് ഇവിടെ അറിയില്ല. കാമുകനോടൊപ്പം റൂമെടുത്ത കമ്മ്യൂണിസ്റ്റുകാരി കണ്ണൂർ സ്വദേശിയായ ഒരു പെൺകുട്ടി. ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ. കാമുകനോടൊപ്പം റൂമെടുത്ത കണ്ണൂരുകാരി കമ്മ്യൂണിസ്റ്റുകാരി തന്റെ കാമുകനോട് പറഞ്ഞത് എന്ത്? വിപ്ലവം വിജയിക്കട്ടെ. കടക്ക് പുറത്ത്. ചിക്കൻ കുനിയും നമ്മുടെ മൊമെന്റ്സിലെ കഥകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചിക്കൻ കുനിയും തമ്മിലുള്ള വ്യത്യാസം ഇല്ലെന്നാ. ചിക്കൻ കുനി വന്നവർക്ക് ചിക്കൻ കിട്ടാൻ കുനിയേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ പോലെ. ചിക്കൻ കുനിയെ കൊതുക് വരുത്തും, ഇവിടുത്തെ കഥകൾ അക്ഷയ വരുത്തും. വിജയെ കുറിച്ച് ഓർക്കുമ്പോൾ വിജയുടെ ഭാര്യയുടെ മനസ്സിൽ വരുന്നത് തെറി. ഉസ്മാൻ ആരും തിരികെ
പുഞ്ചിരി കൂട്ടൂല. എല്ലാവരുടെയും പുഞ്ചിരി കണ്ടു. കുന്തോ ചിരിച്ചത്. ഞാൻ ചിരിച്ചു. ക്യാമറ കള്ളം പറയില്ല. ക്യാമറമാനും കള്ളം പറയില്ല. ബാക്കി പറ. ഇതിനൊന്നും പിടിച്ചിട്ടുണ്ടോ? അടുത്ത എന്താ ലൈഫിൽ പൊതുവെ ടെൻഷൻ ഇല്ല, പക്ഷെ ഇപ്പൊ ഒരു ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും. അറിയില്ല, പറയട്ടെ. ഗ്യാസ് തീരുവന്നു. ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം. ലാ പോയാൽ കറക്റ്റാണ്. അയാളൊക്കെ എപ്പോഴേ പോയി. എല്ലാ പോണതിന് മുമ്പ് അയാൾ പോയി. പശുവിനെ അരച്ച് ചായ ഉണ്ടാക്കി എന്ത് കിട്ടുന്നു? പശുവിനെ അരച്ച് ചായ ഉണ്ടാക്കുക. അടിക്കാ. പശുവിനെ അരച്ച് ചായ ഉണ്ടാക്കിയ ഇല്ല, അറിയില്ല. കൗട്ടി. നിന്റെ അടുത്ത് നേരത്തെ ഇത് ചിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മറ്റേ അടുത്ത് പറഞ്ഞു പഠിപ്പിച്ചതാ. ഇത് ഞാൻ ചോദിക്കും ചിരിക്കരുത്. ചോദ്യത്തിന് മുന്നേ ചിരിക്കാൻ ആവശ്യമുള്ള ഗേ ആയ ഒരാൾ തമിഴനായ ഒരാളോട് വഴി ചോദിച്ചാൽ അയാൾ തിരിച്ചെന്ത് പറയും? ഗേ. ഒരു ജിയും 4 ടീം കൂടി ചേർത്ത് വെച്ചാൽ എന്താ പറയാ? ഒറിജിനാലിറ്റി. ബാറ്റ്മാൻ ഇഷ്ടപ്പെട്ട എന്തേലും ഉണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് പിന്നെ എന്നതാ? ഞാൻ ഫിറ്റ്നസ് തുടങ്ങാൻ തീരുമാനിച്ചു. മറക്കോട്ടെ ഇറങ്ങി ഫോണിലൊക്കെ നോക്കി ഫിറ്റ്നസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഫിറ്റായ സമയത്ത് പറയാൻ പറ്റിയ കാര്യം. പക്ഷെ ഫോണില് കുറെ തുണ്ടുപടങ്ങളൊക്കെ കണ്ട് പറഞ്ഞു എന്നുള്ളൂ, അടുത്ത് പറയും. ഇത് നമ്മളൊരു ടീം മാറി. ഈ തരം സാധനങ്ങൾ റോബോട്ടുമാരി പറയണമെന്നില്ല. അടുത്ത 69-ൽ റെയ്മിസ്റ്റീരിയോയുടെ ഭാര്യ റെയ്മിസ്റ്റീരിയോട് പറഞ്ഞത് മൈ റേ. ഒഴിക്കണോ? ഓക്കെ അടിച്ചോ. ശരി, ഞാൻ മലമ്പുഴയിൽ നിന്ന് മീൻ പിടിച്ചിട്ട് കരയിലിട്ട് എന്ത് പറ്റും? മലം പറ്റും. മണ്ണ് പറ്റും. ദിലീപേട്ടന്റെ കരിയർ പിന്നീട് ഇരുട്ടിലായത് എന്തുകൊണ്ട്? ലൈറ്റ് ഓഫ് ആക്കി. വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അച്ഛൻ ഞാൻ രാവിലെ എന്നും വൈകിട്ട് 5 മണിക്ക് എഴുന്നേക്കും. അപ്പൊ ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ ഞാൻ അലാറം വെച്ചാൽ എനിക്കും 5 മണിക്ക് എഴുന്നേക്കാം. എടാ ഞാൻ അത്ഭുതമാണിത്. ഇത് ശരിയല്ല, അത്ഭുതമാണ്. അല്ല ഞാനേ ഇതിപ്പോ ബാക്കി ഇപ്പൊ വരും പറഞ്ഞ് ഞാൻ നിനക്കത് വായിക്കുമ്പോ മനസ്സിലാവില്ലേ? വലുതാകുമ്പോ പേരുമാറുന്ന കായം തേങ്ങ. ഒരു മിനിറ്റ്, ഇവനാണ് ഈ ബിൽഡപ്പ് കൊടുത്തെല്ലാം കളയുന്നത്. ജോൺ വിക്ക് എന്തുകൊണ്ടാ 4 പാർട്ടുകളെന്ന് അറിയാം?
അതിന് വിക്കുള്ളതുകൊണ്ട്. എക്കോയുടെ ക്ലൈമാക്സിൽ കൺഫ്യൂഷൻ അടിച്ച ഡയറക്ടർ റൈറ്ററോട് പറഞ്ഞത് ഇത് എക്കോ ജീവിതത്തിൽ ഞാൻ മാത്രം സീരിയസ്, ബാക്കി എല്ലാരും ബഫർ. നീ സഫറിങ് ആയതുകൊണ്ട്. ഞാൻ മനസ്സിലായില്ല, മനസ്സിലായില്ല. ജീവിതത്തിൽ എല്ലാരും സഫറിങ്, ഞാൻ മാത്രം ബഫറിങ്. നെറ്റ് സ്ലോ ആയതുകൊണ്ട്. ഇവന്റെ ഇത്ര നേരത്തെ തമാശ നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല, ചോദ്യം ഒന്നും അല്ല. ഇതൊരു കഴിഞ്ഞു. അവൻ എന്തോ ആത്മകഥ ഇപ്പൊ ആലോചിച്ചിരിക്കുന്നത്. അതെങ്ങനെയാ കണ്ട് കൊറേ നേരം നമ്മളിന്ന് വെറുതെ തമാശ പറയാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് തെറാപ്പി ആക്കിയിരിക്കും. എല്ലാ സങ്കടം പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരിക്കും. അടുത്ത ടീം വരും. ഞാൻ മൊയിലാളിയുടെ കൂടെ ഇരിക്കുന്നത്. അടുത്താരാ? ഞങ്ങൾ പിടിക്കും. ഞങ്ങൾ അടുത്ത കൂടി കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ, ഞാൻ റെഡിയാ. പിന്നെ അതല്ല, ഞാൻ ചോദിച്ചു കേറി ചോദിച്ചു. ശരി, ഞണ്ടുകള് ഈ ആൾക്കാരെ സഹായിക്കാനൊന്നും പോകുന്നില്ല. ഷെൽഫിഷ് ആണ്. ഞാൻ അരി പൊടിക്കാൻ പോയി. എപ്പോ? ഇന്നലെ. എത്ര മണിക്ക്? വൈകുന്നേരം. ഞാൻ പോവാൻ ഞാൻ ഇന്നലെ അരി പൊടിക്കാൻ പോയി. അപ്പൊ കടക്കാരൻ ചോദിച്ചത് പുട്ടിനാണോ ചോദിച്ചു. നല്ല കമ്പനിയാണ്. എന്നിട്ട് വായിച്ചു. കേരളത്തിലെ ഏറ്റവും കേമനായ വർമ്മ ആരാ? ഷവർമ്മയാണ് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് എനിക്കറിയില്ല. ഒന്നുമില്ല, ഡെയിലി ഷവർ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഷവർമ്മ എന്ന് പേരുണ്ട്. ജീവിതം ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയാണ്. എങ്കിൽ ഞാൻ മാത്രം, എനിക്ക് മാത്രം നീന്താൻ അറിയില്ല. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? ബാക്കിയുള്ളവർ നീന്തും. അവരൊക്കെ ലൈഫ് ജാക്കറ്റ് ഇട്ട് ബേബി കമ്പ്യൂട്ടർ അതിന്റെ ഫാദറിനെ വിളിക്കുന്നുണ്ടായിരിക്കും. സച്ചിനെ കൈയെടുക്ക്. അതുകൊണ്ടാണ് മറക്കാൻ പറ്റില്ല. മൊമെന്റ്സില് വെള്ളം കഴിക്കും, പുറത്തു പോകാൻ പറ്റില്ല. എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ പറ്റിക്കും. എങ്ങനെ വെള്ളം കുടിക്കും? വിഷു അക്ഷയ പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്തു തരും. കിച്ചുവിന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൊടുക്കും. അത് അവൻ കൊളാക്കും. ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കും. സ്വന്തം തന്തേനെ ഒരു കുന്നിന്ന് ഉന്തിയിട്ട പെണ്ണെന്ത് വിളിക്കും? അവളെ എന്ത് വിളിക്കും? പാലക്കാട് ഒരു ബസ് ഇറങ്ങി തൂറ എന്നുള്ള പേരില്. എഴുതാതെ വിട്ട സാധനം സ്കൂളിൽ വിളിക്കുന്ന വിനീത് 1/cos വിനീത്. അക്ഷര DBS ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു.
മറ്റേ മാംഗോവും ചിക്കും കൂടി ഒരു ഇലക്ഷൻ വന്നു. എന്നിട്ട് ചിക്കു ജയിച്ചു, മാംഗോ തോറ്റു. എന്തുകൊണ്ടാ? എനിക്കറിയാം. ചിക്കൂര് അവിടെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. വീട്ടിൽ കയറ്റാൻ പറ്റില്ല, കൊണ്ടു വന്നു. വെള്ളാണ്. നല്ല അഭിനയം. വെള്ളം തടവും. ഒന്ന് മിണ്ടാണ്ടിരിക്കുകയാണ് എനിക്ക്. ഉസ്മാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നാളെ കളഞ്ഞ അല്ലേ ഞാനേ ഒരു ബാറ് പോയപ്പോ ഞാൻ യേശുദാസിനെ കണ്ടിട്ടായിരുന്നു. ഞാൻ യേശുദാസിന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയാം? ഹരിദാസ് താങ്കൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. വേണ്ടിട്ടൊരു ടീമാണ്. അഫ്ഗാനിസ്ഥാനിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല? അവിടെ താലി ബാൻ ആയതുകൊണ്ട്. അതന്നെ എനിക്ക് ഗേൾഫ്രണ്ടും പറയാറ്. യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ ബിഷു ഓപ്പോസിറ്റുള്ള ആൾക്കാരോട് ചെയ്തത് വിഷുവോ? ആളിച്ച് He's laughing. He's laughing. It's true. He's laughing. You must. നമ്മളെ കൂടി അവരെ കുടിച്ചത്. ഇതെല്ലാം നമ്മൾ ചെയ്ത 10-ാം തീയതി ഷോട്ടിൽ ലൊട്ടെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഫുള്ളായിട്ട് പോയി. ലൊട്ടെടുക്കുക നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല എന്ന് വിചാരിക്കുന്നു. 10-ാം തീയതി അപ്പൊ കണ്ടിട്ട് അഭിപ്രായം പറയാ. 10-ാം തീയതി കാണാം. ഓക്കെ. എനിക്കറിയാം, ഞാൻ പറഞ്ഞാലും അവന്മാരൊന്നും കേൾക്കാറില്ല. ഐ നോ നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. നീ ഇന്ന് തന്നെ അവന്മാരെ കാര്യം പറഞ്ഞ മനസ്സിലാക്ക. ഇല്ലെങ്കിൽ നൻ മകനെ നീ തലേനാ കൊടുത്താക്കിത്തെ ബേവരസി. അപ്പൊ നാളെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്നൊരാ സാമ്പാറാവാനിനി വയ്യ. കാലം പോയി. നമ്മുടെ